അസ്സലാമു അലൈക്കും. സെലീനയുടെ സംസാരം കേട്ട് എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ആബിദ. അവൾ നെട്ടലോടെ ഉമ്മയെ നോക്കി. നബീസും ശരിക്കും അന്തം വിട്ടു പോയിരുന്നു. സെലീന അങ്ങനെയൊക്കെ തുറന്നടിച്ചു പറയുമെന്ന് നബീസും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഉമ്മ എന്താണുമ്മ സെലീന തന്നോട് ഒന്നും മിണ്ടാഞ്ഞത്? ആദ്യത്തെ അങ്കലാപ്പ് മാറിയപ്പോൾ ആബിദ ചോദിച്ചു. നബീസു ദേഷ്യത്തോടെ അവളെ നോക്കി. ഉമ്മ എന്തെങ്കിലും തിരിച്ചു പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനായിട്ട് ഓലോടൊന്നും പറയണ്ടെന്ന് കരുതി. മിണ്ടാതിരുന്നോ? അതാണ് എനിക്ക് നല്ലത്. ഓരോട് പറയണ്ടെന്ന് എന്നോട് ഞാൻ 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞില്ലേ. അവരൊക്കെ ഇപ്പോൾ ഒരു ടീമാണ്. അപ്പോൾ എനിക്കിത് നിർബന്ധം. ഇപ്പോൾ എന്തായി? കുറ്റം മുഴുവൻ നമുക്കായില്ലേ? തൻ്റെ മരുമകളോടുള്ള ദേഷ്യം മുഴുവൻ നബീസു ആബിദയോടാണ് തീർത്തത്. സെലീനാത്ത് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ച ഉമ്മ. ഗത്യന്തരമില്ലാതെ അവൾ പറഞ്ഞു. നബീസ് മകളെ തറപ്പിച്ചു നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ലൈലയും സെലീനയും ഒക്കെ സാബിയുടെ സൈഡാണ്. സെലീനയെ കാണുന്നത് പോലെ നല്ല, മനസ്സ് മുഴുവനും കുനിഷ്ഠ. എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോയത്? ഇതൊക്കെ തീരുമാനിച്ചാനോ അവളാരാ? പഠിച്ചോനോ? പരിഹാസത്തോടെ നബീസ് ചോദിച്ചു. അതൊക്കെ വിടിമ്മ, നമുക്കേ ജാസ്മിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. ഇനി ജമാലിനോളെ വേണ്ട. അതിലും നല്ലത് വെറുതെ ഇരിക്കുന്നതാ. എന്തായാലും ഓനെ ജയിലിൽ നിന്ന് വരട്ടെ. ഇവളെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ ഉമ്മ? 1000 വട്ടം സത്യമാണ്. ഞാൻ കേട്ടതാണ്. ഓൾക്കൊരു കാമുകനുണ്ട്. ഓൾ ഇത്രയും നേരം ഓനോട് വർത്താനം പറയുന്നു. നിങ്ങളെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ ഞാൻ നേരത്തെ ഓളൊരു കുടുംബക്കാർക്ക് ഫോൺ ചെയ്തത്. അപ്പോൾ ഓളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളും കേട്ടതല്ലേ. ഇപ്പം ഞാൻ ഫോണിൽ കൂടെ കേട്ടു. ഏതായാലും ഓൾ ഗൾഫിലേക്ക് പോവല്ലേ, പോയി ജമാലിനെ ഇറക്കട്ടെ. എന്നിട്ട് ഓൾ ഒഴിവാക്കുന്ന കാര്യം ജമാലിനോട് പറയാം. അല്ലെങ്കിൽ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ട് ഓളോ എൻ്റെ കഫീലിനോട് പറയാൻ പോയാലോ? പൊന്നുമ്മ, ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല ഉമ്മാക്ക്. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഓൾ വീഡിയോ എടുത്തത്. ഓൾക്ക് ജമാലിനെ പുറത്തിറക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓളോളെ കാമുകൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഓൾക്ക് ജമാലിന് ആവശ്യമില്ല. ഓളെ സ്വഭാവം അതല്ലേ. ഓൾ ആദ്യം കെട്ടിയ ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഒരു പാവം മനുഷ്യനായിരുന്നു. ഇല്ലാത്ത കാരണം ഉണ്ടാക്കി അയാൾ ഒഴിവാക്കിയാണ് ഓൾ ജമാലിൻ്റെ കൂടെ കൂടിയത്. ഇപ്പോൾ ജമാലിനേക്കാളും പൈസക്കാരനെ ഒരാളെ കണ്ടപ്പോൾ ഓൾക്ക് ജമാലിനെയും വേണ്ട. ഏതായാലും പഠിച്ചോൻ എന്നൊരാൾ മുകളിലുണ്ടല്ലോ. ഓളെ എന്തായാലും പഠിച്ചോൻ വെറുതെ വിടില്ല. അവർ ഈ സംസാരിക്കുമ്പോൾ ജാസ്മിൻ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു. ഇനി ഒരു വരവും ഉണ്ടാവില്ല എന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. ഇന്നത്തെ രാത്രി കൂടി ഇവിടെ കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ തന്നെ പോകണമെന്ന് അവൾ ഉറപ്പിച്ചു. ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരെയാണ് നാളെ പാസ്പോർട്ട് കൊണ്ടുവരുന്ന ആളുടെ വീട്. രാവിലെ ഇറങ്ങിയാൽ ഉച്ചയ്ക്ക് മുമ്പ് അയാളെ വീട്ടിലെത്താം. പാസ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഖാലിദിനോട് ടിക്കറ്റ് എടുപ്പിക്കണം. പിന്നീട് തിരിച്ചു പോകുന്നത് വരെ ടൗണിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കാം. അതായിരിക്കും നല്ലത്. എങ്കിൽ പിന്നെ ഇവരാരുടെയും മുഖം കാണേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് ഓർത്തപ്പോഴാണ് അവൾക്ക് ഉമ്മയുടെ അലമാരയുടെ കാര്യം ഓർമ്മ വന്നത്. അതിൽ നിന്ന് കുറച്ച് സ്വർണം എടുക്കാൻ എന്താണ് വഴി എന്നായിരുന്നു അവളുടെ ചിന്ത. ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരണമെന്ന് അവൾ ഉറപ്പിച്ചു. അന്ന് ആരും അറിയാതെ അലമാരി തുറന്ന് കുറച്ച് സ്വർണം എടുക്കാം. ഈ വയസ്സാങ്കാലത്ത് ഉമ്മാക്ക് എന്തിനാണ് ഇനി സ്വർണം? ഉമ്മയെ പറ്റിക്കാൻ എളുപ്പമാണ്. മാലയുടെയും വളയുടെയും എല്ലാം ഏകദേശം രൂപം മനസ്സിലുണ്ട്. വേണമെങ്കിൽ ഫാൻസി കടകളിൽ നിന്നും സ്വർണം പൂശിയ ആഭരണങ്ങൾ വാങ്ങാം. എന്നിട്ടത് പെട്ടിയിൽ വെച്ച് ഒറിജിനൽ സ്വർണം എടുത്തുകൊണ്ട് പോകാം. പെട്ടെന്ന് കണ്ടാലും ഉമ്മാക്കത് മനസ്സിലാവില്ല. താൻ എത്തിയിട്ട് ഉമ്മഞ്ഞ് അറിഞ്ഞാലും കുഴപ്പമില്ല. പെട്ടെന്നാണ് അവൾക്ക് ഒരാളെ ഓർമ്മ വന്നത്. അയാളോട് പറഞ്ഞാൽ മതിയല്ലോ എന്നായിരുന്നു പിന്നെ ജാസ്മിൻ്റെ ചിന്ത. താൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അയാളോട് കാര്യങ്ങൾ പറയാം. ഏതെങ്കിലും ഒരു രാത്രി അയാൾ വന്ന് അലമാര കുത്തി തുറന്ന് ഉമ്മയുടെ സമ്പാദ്യങ്ങളായി പോയിക്കോളും. അപ്പോൾ പിന്നെ തന്നെ ആരും സംശയിക്കില്ല. ഓരോ കുനിഷ്ഠ ചിന്തകൾ ജാസ്മിൻ്റെ മനസ്സിൽ നിറഞ്ഞു. അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. അവൾ സൈഡിലെ ജനവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ലൈലയും സെലീനയും സെലീനയുടെ വീടിൻ്റെ മുൻപിലെ സിറ്റൗട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നത് അവൾ കണ്ടു. അവൾ പതിയെ ജനവാതിൽ അടച്ചു. എന്നാൽ എൻ്റെ ഇത്ത വല്ലാത്തൊരു ഡയലോഗായിപ്പോയി. ഉമ്മാൻ്റെ ആബിദൻ്റെയും മുഖം ഒന്ന് കാണണ്ടായിരുന്നു. ഓ, ലൈല പറഞ്ഞത് കേട്ട് സെലീന ഉറക്കെ ചിരിച്ചു. എനിക്ക് മാത്രമല്ല അത്ഭുതം, സാബിക്കും എന്തൊരു അത്ഭുതമായിരുന്നു. അവളും ആകെ നെട്ടിയിട്ടുണ്ട്. നെട്ടിട്ടെ, എല്ലാവരും ഒന്ന് നെട്ടുന്നത് നല്ലതാ. ഈ വരുന്നതിന് മുമ്പ് എന്നെ അത്രയ്ക്കും കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് ആ ഉമ്മയും മോളും. എൻ്റെ നിവർത്തിക്കേട് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പിടിച്ചെന്നത്. അന്ന് പറയാൻ പറ്റാത്ത ദേഷ്യം ഇന്ന് തീർത്തെന്ന് കരുതിയാൽ മതി. എന്തായാലും കുറച്ച് കഴിഞ്ഞാലും നമ്മൾ ഗൾഫിലേക്ക് പോവുമല്ലോ. പിന്നെ ഇവരെ മുഖം നമുക്ക് കാണണ്ടല്ലോ. അതും പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഫോൺ ശബ്ദിച്ചത്. സാബി തന്നെയാണ് എന്ന് കണ്ടു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. പിന്നെ സെലീനയും കൂട്ടി വീടിൻ്റെ അകത്തേക്ക് പോയി.
വാതിൽ അകത്തേക്ക് ലോക്ക് ചെയ്തു. ലൗഡ് സ്പീക്കർ ഓണാക്കി അവർ സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ കുട്ടികൾ കരഞ്ഞിരുന്നു, അതാണ് ഞാൻ പിന്നീട് വിളിക്കാൻ പറഞ്ഞ് കട്ട് ചെയ്തത്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് അവർ ഫോൺ കട്ട് ചെയ്തു. ഉമ്മ, അവൾക്കൊരു പണി കൊടുക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആബിദയുടെ ചിന്ത അതുമാത്രമായിരുന്നു. ജാസ്മിൻ പറഞ്ഞത് ഇടയ്ക്കിടെ അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. നാളെ അവൾ പാസ്പോർട്ട് വാങ്ങാൻ പോവുകയാണെന്നാണ് കേട്ടത്. പിന്നീടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. പാസ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ അവൾ ഉടൻ സൗദിയിലേക്ക് പോകും. അങ്ങനെ അവളെ പെട്ടെന്ന് പറഞ്ഞയക്കാൻ ആബിദയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവൾക്കൊരു പണി കൊടുക്കണം. ഉമ്മ, ഉമ്മ. ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ അവൾ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. നബീസും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. ഉമ്മ, ഇക്ക വിളിച്ചിരുന്നു. അവൾ ഉമ്മയുടെ അടുത്ത് ബെഡിലിരുന്നു കൊണ്ട് പറഞ്ഞു. നബീസ് വലിയ താല്പര്യമില്ലാത്തതുപോലെ അവളെ നോക്കി. അവൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്നതാവും, പണം ചോദിക്കാനോ മറ്റോ. അവളുടെ സ്വഭാവം അതാണ്. ഉമ്മ, നിങ്ങളൊന്ന് തിരിഞ്ഞു കിടക്കി. ജാസ്മിൻ്റെ പാസ്പോർട്ട് റസാക്കിക്ക് അവിടെയുള്ളൊരു സുഹൃത്തിൻ്റെ കയ്യിലെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അവർ നാളെ പുലർച്ചെ ഇവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ ജാസ്മിന് രാവിലെ തന്നെ അത് പോയി വാങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരിക്കലും അവൾ ഇങ്ങോട്ട് വരില്ല. പാസ്പോർട്ടിൻ്റെ കാര്യത്തിനല്ലാതെ മറ്റൊന്നിനും അവർ എൻ്റെ അക്കന്മാരൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. ജമാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടെ അവൾക്ക് താല്പര്യമില്ല. ഇതെങ്ങനെ വിട്ടാൽ പറ്റും ഉമ്മ? നബീസു അവളുടെ വർത്തമാനം കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടേ ഈ പറ. നമുക്കേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവളെ നമുക്കൊന്ന് ചെറുതായിട്ട് തള്ളിയിട്ടാലോ കോണിൽ നിന്ന്? കയ്യോ കാലോ ഊരെ ഒടിഞ്ഞാൽ അവൾ അവിടെ കിടക്കൂലേ? അത് കേട്ടപ്പോൾ നബീസുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. മാർബിൾ കോണിൽ കാല് തിന്നിച്ചാൽ മാത്രം മതി. അതിനൽപ്പം വെളിച്ചെണ്ണ ഓയിലോ സ്റ്റെപ്പിൽ ഒഴിച്ചാൽ മതിയാവും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഈ കാര്യം വേറെ ആരും വരരുതിട്ട് ആബിദ, നമ്മൾ രണ്ടാളും മാത്രം. അത് കേട്ടതോടുകൂടി ആബിദക്ക് ഉത്സാഹമായി. അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു. എന്നിട്ട് ഓയിലിൻ്റെ കുപ്പിയെടുത്ത് പതുക്കെ മുകളിലേക്ക് നടന്നു. ജാസ്മിൻ രാവിലെ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ മൊബൈൽ നോക്കിയാണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ കോണിപ്പടിയിൽ കിടക്കുന്ന എണ്ണൊന്നും അവൾ അറിയില്ല, കാണൂല. അതോർത്തപ്പോഴേ അവൾക്ക് ചിരി വന്നു. വളരെ ശ്രദ്ധയോടെ മുകളിൽ നിന്നും താഴേക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പുകൾ അവൾ ഓയിൽ ഒഴിച്ചു വെച്ചു. കാൽ ചവിട്ടിയാൽ സ്ലിപ്പാവുന്ന രീതിയിലാണ് ഒഴിച്ചത്. പിന്നെ ശ്രദ്ധയോടെ താഴേക്ക് ഇറങ്ങി വന്നു. അരമണിക്കൂറോളം കഴിഞ്ഞ് വളരെയധികം സംതൃപ്തിയോടെ ആബിദ ഉറങ്ങി. രാവിലെ ആവുമ്പോഴേക്കും കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഇതേ സമയം ജാസ്മിൻ അവൾക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ കൂടി ബാഗിൽ വെക്കുകയായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെക്കണമെന്ന കാര്യത്തിൽ അവൾക്ക് നിർബന്ധമായിരുന്നു. 10 മണിക്ക് പാസ്പോർട്ട് വാങ്ങാൻ എത്താനാണ് പറഞ്ഞത്. 8 മണിക്ക് ഇവിടെ നിന്നും ഇറങ്ങിയാൽ തന്നെ ഒരു 9:30 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ കഴിയും. പിന്നെ ഒരിക്കലും ഈ നശിച്ച വീട്ടിലേക്ക് വരണ്ടല്ലോ, അവൾ ഓർത്തു. നാളെ വൈകിട്ട് ഖാലിദ് പോകും. പാസ്പോർട്ട് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ തനിക്കും കൂടെ അയാളുടെ കൂടെ പോകാമായിരുന്നു. അയാൾക്കിപ്പോൾ തന്നോട് വലിയ താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു. സംസാരിക്കുമ്പോൾ പഴയതുപോലെ ഉഷാറില്ല. വാട്സാപ്പ് മെസ്സേജുകൾക്കൊന്നും കൃത്യമായിട്ട് മറുപടി തരുന്നില്ല. ചിലപ്പോൾ തിരക്കുകളുണ്ടായിരിക്കും. എന്നാലും ഒരു ചെറിയ താല്പര്യക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നു. പെട്ടെന്നാണ് അവൾ 2-3 തവണയായി ഹിഡൻ ക്യാമറയിൽ പിടിച്ച വീഡിയോയെ പറ്റി ഓർക്കുന്നത്. അവൾ സീക്രട്ട് ഫോൾഡർ തുറന്നു നോക്കി. അതെല്ലാം വളരെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടെന്ന് അവൾ ഓർത്തു. ചിരിയോടെ അത് ക്ലോസ് ചെയ്തു. എന്തെങ്കിലും കാരണവശാൽ ഖാലിദ് തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ എടുത്തു പ്രയോഗിക്കാനുള്ള വജ്രായുധമാണ് ഇത്. ഖാലിദ് വളരെ മാന്യനാണ്. അയാളുടെ നേർക്ക് വരുന്ന ഏതൊരു ആരോപണവും അയാൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പുറത്തു വന്നാൽ അയാൾക്ക് വലിയ ക്ഷീണമായിരിക്കും. സ്വന്തം മാന്യത സമൂഹത്തിൻ്റെ മുന്നിൽ നിലനിർത്താനായി കോടികൾ പുഷ്പം പോലെ വലിച്ചെറിയാൻ അയാൾ തയ്യാറാവും. തനിക്കും അതുതന്നെയാണ് വേണ്ടത്. താൻ ഗൾഫിൽ എത്തിയതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ കേസാവുകയാണെങ്കിൽ അന്വേഷണം തൻ്റെ നേർക്കും വരും. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവൾ വാട്സാപ്പിൽ ഒരു ഹായ് ഖാലിദിന് അയച്ചു. അടുത്ത നിമിഷം തന്നെ അത് വായിക്കപ്പെട്ടു. നാളെയല്ലേ പാസ്പോർട്ട് കിട്ടുന്നത്? അയാളുടെ മെസ്സേജ് അവൾ വായിച്ചു. പിന്നെ അതിന് മറുപടിയായി വോയിസ് അയച്ചു. അതെ, അയാൾ പുലർച്ചെ നാട്ടിലെത്തും. 10 മണിക്ക് അയാളുടെ വീട്ടിൽ പോയി പാസ്പോർട്ട് വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. പാസ്പോർട്ട് വാങ്ങിയാൽ പിന്നെ ഞാൻ ഹോട്ടലിൽ പോയി മുറിയെടുക്കും. നാളത്തെ ടിക്കറ്റ് തന്നെ എനിക്ക് വാങ്ങിത്തരണം. വോയിസ് കേട്ടതും അയാൾ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ജാസ്മിൻ, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാത്രിയിലുള്ള വിമാനത്തിൽ
ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കേണ്ടത് നീയാണ്. അതൊക്കെ ഞാൻ ശരിയാക്കാം. അല്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം എന്തായി? അതങ്ങനെ നടക്കുന്നുണ്ട്. നിൻ്റെ ജമാലിൻ്റെ കഫീൽ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ജമാലിൻ്റെ കാര്യത്തിൽ അയാൾക്കല്പം സങ്കടമുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ അയാളെ ശിക്ഷിക്കണമെന്നായിരുന്നു കഫീൽ പറഞ്ഞത്. എന്നാൽ നേരത്തെ സംസാരിച്ചപ്പോൾ അവൻ്റെ തെറ്റുകൾക്കൊക്കെ മാപ്പ് കൊടുത്തു എന്നും എത്രയും പെട്ടെന്ന് അയാളെ ജയിൽ മോചിതനാക്കി നാട്ടിലേക്ക് അയക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. അത് കേട്ട് ജാസ്മിൻ അറിയാതെയൊന്നും നെട്ടി. അതെപ്പോ? ജമാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തൻ്റെ ഒരു പദ്ധതിയും നടക്കില്ല എന്നവൾ ഓർത്തു. അത് മുടക്കണം, ജാസ്മിൻ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? സംശയത്തോടെ അയാൾ ചോദിച്ചു. ജമാൽ പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പാടില്ല. അങ്ങനെയായാൽ പിന്നെ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കൂല. ജമാലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അയാൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ നടത്തിയിരിക്കും. ഖാലിദ് ഒന്നും മൂളി. യഥാർത്ഥത്തിൽ മുഹമ്മദ് സാഹിറിന് ജമാലിൻ്റെ കാര്യത്തിൽ യാതൊരു മമതയും ഉണ്ടായിരുന്നില്ല. ജമാലിൻ്റെ മുൻകാല പ്രവൃത്തികൾ ഓരോന്നായി അയാൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. എന്നാൽ താൻ പരമാവധി ജമാലിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു. ഖാലിദ് ഓർത്തു. തനിക്ക് ജാസ്മിൻ്റെ ശല്യം ഒഴിവാക്കണമെങ്കിൽ ജമാൽ ജയിലിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ. അവൾ വരുമ്പോൾ അയാളായിരിക്കും അവളെ സ്വീകരിക്കേണ്ടത്. തൻ്റെ നിർബന്ധം കാരണം പാതി മനസ്സോടെ അയാളൊന്ന് മൂടിയിട്ടുണ്ട്. ഞാനെന്തായാലും അയാളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അയാൾ ജമാലിനെ മോചിപ്പിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിലേ നമ്മളത് തടയുമ്പോൾ അയാൾക്ക് സംശയം തോന്നും. അതെ, അതിനൊരു വഴിയുണ്ട്. എന്താ? ജാസ്മിൻ പറഞ്ഞു. മുഹമ്മദ് സാഹിറിനെ എനിക്കറിയാം. അയാൾക്ക് 1 2 3 പെൺകുട്ടികളുണ്ട്. എൻ്റെ കഫീലിൻ്റെ അടുത്ത സുഹൃത്താണ് അയാൾ. അയാൾക്ക് അയാളുടെ ഉപ്പയെ വലിയ കാര്യമായിരുന്നു. അതുപോലെ തന്നെ മക്കളെയും. കുട്ടികളുണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് അയാളോട് പറയാം ഈ ജമാൽ പെൺകുട്ടികളുണ്ടായിരുന്ന പേരിൽ സ്വന്തം ഭാര്യയെ ഒഴിവാക്കിയതാണെന്ന്. അത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ സ്വന്തം ഉപ്പ 5-6 കൊല്ലമായി തളർന്നു കിടന്നിട്ടും നല്ലൊരു ചികിത്സ പോലും കൊടുക്കാൻ ജമാൽ തയ്യാറായിട്ടില്ല എന്നും കൂടി പറയണം. അതുകൂടി കേട്ടാൽ പിന്നെ അയാളെ ജമാലിനോട് ഒരിക്കലും ക്ഷമിക്കൂല. ഖാലിദ് ജാസ്മിൻ്റെ വാക്കുകൾ കേട്ട് നെട്ടി. ജമാലിനെക്കുറിച്ച് അയാളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് എല്ലാം ജാസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മുഹമ്മദ് സാഹിറിനെക്കുറിച്ച് വരെ അവൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ ജമാലിനെ ഇറക്കാനൊന്നും അവൾക്ക് ഇഷ്ടമല്ല. എന്തായാലും ജാസ്മിനെ ഞാനത് സൂചിപ്പിക്കാം. നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ. അവൾ സന്തോഷത്തോടെ മൂളി. ഞാനെന്തായാലും നാളെ അങ്ങോട്ട് വല്ലോ. ഇനി ഫോണിലൂടെ സംസാരിക്കേണ്ട. നേരിട്ട് അയാളോട് ഞാൻ എല്ലാം പറഞ്ഞോളാം. അതുപോരെ? അത് മതി, അവൾ പറഞ്ഞു ഫോൺ വെച്ചു. പിന്നെ പറയുമ്പോൾ ജമാൽ മുൻഭാര്യ ഒഴിവാക്കിയത് അവൾ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ എന്നുകൂടി പറയണം കേട്ടോ. അതുകൂടി കേട്ടാൽ കഫീൽ എന്തായാലും ജമാലിനെതിരെ തീരുമാനങ്ങൾ എടുക്കും. പറയാം. പിന്നെ എന്നെയാണെന്ന് അയാൾ 2ാമത് കല്യാണം കഴിച്ചതെന്ന കാര്യം പറയണ്ട. അതെന്താ? ഒന്നുമില്ല. ഞാൻ വളരെ ബ്രില്യൻ്റ് ആണെന്ന അയാളെ ധാരണ. ഇങ്ങനെയൊരു ബന്ധത്തിൽ ഞാൻ പെട്ടു എന്ന കാര്യം അയാൾ അറിയണ്ടല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. പാസ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ ഉടനെ എനിക്ക് വിവരം തരണം. ടിക്കറ്റിൻ്റെ കോപ്പി ഞാൻ അയക്കാം. അവൾ ഒന്ന് മൂളി. ജാസ്മിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. സന്തോഷത്തോടെയാണ് അവൾ ആ കോൾ കട്ട് ചെയ്തത്. പിന്നെ അവൾ വേഗം ഉറങ്ങുകയും ചെയ്തു. രാവിലെ 5:30 മണിയായപ്പോൾ തന്നെ ജാസ്മിൻ എണീറ്റു. 6 മണിയായപ്പോഴേക്കും മൊബൈലിൽ നോക്കിക്കൊണ്ട് അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി. ആബിദ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവളുടെ കാല് തന്നെ കയ്യിൽ നിന്ന് മൊബൈൽ തെറിച്ചുപോയി. ആദ്യം അവളുടെ ഊരെയാണ് സ്റ്റെപ്പിലിടിച്ചത്. പിന്നെ വേഗത്തിൽ അവൾ താഴേക്ക് ഊർന്നുപോയി. മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ആബിദയുടെ ദേഹത്തേക്കാണ് നേരെ അവൾ ചെന്ന് വീണത്. അവൾ അറിയാതെ നിലവിളിച്ചു പോയി. ഇടിയുടെ ശക്തിയിൽ അവളും തറയിലേക്ക് തെറിച്ചു വീണു. കുറച്ചു സമയം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ജാസ്മിൻ വീണെടുത്ത് തന്നെ കിടന്നു. അവൾക്ക് ശരീരമാകെ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. ഊരയും കൈയും കാലും എല്ലാം ഇടിച്ചാണ് വീണത്. പോരാത്തതിന് വീണതിന് തൊട്ടു മുമ്പായി ആബിദയുടെ ദേഹത്തും ഇടിച്ചിട്ടുണ്ട്. പിന്നീട് കറങ്ങി തിരിഞ്ഞ് തോൾ ശക്തിയായി മാർബിൾ തറയിൽ ഇടിച്ചു. പിന്നെ തലയുടെ ഒരു ഭാഗവും. അവൾക്ക് ഒറ്റയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബഹളം കേട്ട് നബീസു പെട്ടെന്നാണ് അങ്ങോട്ട് വന്നത്. അവൾ ആദ്യം തന്നെ കണ്ടത് ജാസ്മിൻ വീട് കിടക്കുന്നതാണ്. എന്തെന്നില്ലാത്ത സന്തോഷം അവളുടെ മനസ്സിൽ നിറഞ്ഞു. പെട്ടെന്ന് തൊട്ടപ്പുറത്തു നിന്നും ഒരു കരച്ചിൽ കേട്ടത്. അവിടെ കരഞ്ഞുകൊണ്ട് ആബിദ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. നെട്ടിലൂടെ നബീസു വേഗം അങ്ങോട്ട് ചെന്നു. വേഗം ആബിദയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തൊരു വരവാണ് ജാസ്മിനേത്! ഒന്ന് നോക്കി ഇറങ്ങിക്കൂടെ എനിക്ക്? താൻ തന്നെയാണ് ജാസ്മിനെ വീഴ്ത്താൻ വേണ്ടി എണ്ണ ഒഴിച്ചതെന്ന് പുറത്ത്
അറിയിക്കാതിരിക്കാൻ വേണ്ടി ആബിദ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾക്ക് നന്നായിട്ട് വേദനിച്ചിരുന്നു. എങ്ങനെയാ വീണത്? നബീസും ആബിദയും അറിയാത്തതുപോലെ ജാസ്മിനോട് ചോദിച്ചു. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു കസേരയിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും കുട്ടികൾ എഴുന്നേറ്റ് വരുന്നിരുന്നു. അവരുടെ ബഹളം കേട്ട് സെലീനയും ലൈലയും ഓടിയെത്തി. അതിൻ്റെ ഇടയിൽ ആബിദ പതിയെ ജാസ്മിൻ കാണാതെ കോണിൽ കയറി ഓവൻ മുഴുവൻ തുടച്ചു കളഞ്ഞു. അവൾ കോണി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇടയ്ക്കിടെ നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു. ആവേശം മൂത്ത് നോക്കി നിന്നത് അബദ്ധമായെന്ന് അവൾക്ക് തോന്നി. നേരെ തൻ്റെ ദേഹത്തൊന്ന് വീണതുകൊണ്ട് ജാസ്മിന് കൂടുതൽ പരിക്കുകളൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ അത്യാവശ്യം പരിക്ക് പറ്റേണ്ടതായിരുന്നു. എന്നാലും സാരമില്ല, നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടാലറിയാം. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ വീണതാ, എൻ്റെ മേലേക്കാണ് വന്ന് വീണത്. തൻ്റെ നാത്തുമാരുടെ അറിവിലേക്കായി നിഷ്കളങ്കമായ ആബിദ പറഞ്ഞു. എങ്ങനെ വീയാതിരിക്കും? എണീറ്റ് ഉടനെ തന്നെ മൊബൈലിലേക്ക് നോക്കിയല്ലോ ഓളെ കോണി ഇറങ്ങി വരുന്നത്. വീയാതിരുന്നാൽ ഭാഗ്യം. കിട്ടിയ അവസരം നബീസു മോശമാക്കിയില്ല. കുറ്റം മുഴുവനും ജാസ്മിൻ്റെ മേലേക്ക് ചാർത്താനായിരുന്നു അവരുടെ തിളക്കം. അതൊന്നുമല്ല, ക്ഷീണിച്ച സ്വരത്തിൽ ജാസ്മിൻ പറഞ്ഞു. സംസാരിക്കുമ്പോഴും അവൾക്ക് നല്ലതുപോലെ വേദനയ്ക്കുണ്ടായിരുന്നു. സ്റ്റെപ്പിൽ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ നോക്കി തന്നെയാണ് ചവിട്ടിയത്. വഴിക്ക് പോന്നതാണ്. സെലീനയും ലൈലയും സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി. സെലീന പതിയെ കോണി കയറി നോക്കി. ഓയിലായിരുന്നാലും നല്ലതുപോലെ തുടച്ചു കളയാനും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ അവൾക്കും കഴിഞ്ഞില്ല. എന്നാൽ ജാസ്മിൻ്റെ വലത്തെ കാലിന് താഴെ നല്ല എണ്ണമയം ഉണ്ടായത് ലൈല കാണുകയും ചെയ്തു. അവളത് സെലീനയ്ക്ക് കാണിച്ചു കൊടുത്തു. ഉമ്മയുടെയും ആബിദയുടെയും സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നല്ല സംശയമുണ്ടായിരുന്നു. എങ്കിലും അവിടെ വെച്ചവർ ഒന്നും കാണിച്ചില്ല. കയ്യിൽ നല്ല നീരുണ്ടല്ലോ. വിഷയം മാറ്റാൻ എന്നതുപോലെ ആബിദ പറഞ്ഞു. കയ്യിൽ മാത്രമല്ല, നെറ്റിയിലും നീരുണ്ട്. അവൾ വീണ്ടും പറഞ്ഞു. ജാസ്മിൻ സംസാരിക്കാനും നടക്കാനും നല്ല ബുദ്ധിമുട്ട് തോന്നി. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ലൈല ഉടനെ തന്നെ വണ്ടി വിളിച്ചു. 5 മിനിറ്റുകൾ കൊണ്ട് വണ്ടി വന്നു. സെലീനയും ലൈലയും ജാസ്മിനെയും കൊണ്ട് വണ്ടിയിൽ കയറി. ആബിദയ്ക്ക് അവരുടെ കൂടെ പോവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ പതിയെ അടുക്കളയിലേക്ക് വലിയാൻ ശ്രമിച്ചു. വന്ന് കയറ ആബിദ, സെലീന അല്പം ഉച്ചത്തിൽ പറഞ്ഞത് കേട്ട് നബീസും ആബിദയും പരസ്പരം നോക്കി. ഓരാ, നീയും ഞങ്ങളുടെ കൂടെ വരണം, വന്ന് കയറാൻ നോക്ക്. സെലീനയുടെ ഒച്ച പൊന്തി. അതോടെ ആബിദയും വന്ന് വണ്ടിയിൽ കയറി. വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്. ഹോസ്പിറ്റലിലെത്തി നേഴ്സ് ചോദിച്ചു. എന്താണ് പറ്റിയത്? കോണിൽ നിന്ന് വീണതാണ്, ആബിദ മറുപടി പറഞ്ഞു. നേഴ്സ് ആബിദയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അതോടെ കാഷ്വാലിറ്റിയിൽ പുറത്ത് ലൈലയും സെലീനയും ബാക്കിയായി. വണ്ടിക്കാരനെ നേരത്തെ തന്നെ അവർ പറഞ്ഞയച്ചിരുന്നു. കോണിൽ നിന്ന് വീണതാണെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. മുൻപ് എന്നെ തള്ളിയിടാനായി വെളിച്ചെണ്ണ സ്റ്റെപ്പിൽ ഒഴിച്ചതാണ് ഈ ഉമ്മയും മകളും. അന്ന് ഭാഗ്യം കൊണ്ടാണ് ഞാൻ വീഴാതിരുന്നത്. എന്തോ ഓർത്തുകൊണ്ട് ലൈല പറഞ്ഞു. സെലീനയ്ക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. തന്നെ വീഴ്ത്താനായി ഉമ്മ മനഃപൂർവ്വം പഴത്തൊലി ഇട്ടതാണ് എന്ന് സെലീനയ്ക്ക് അന്നേ സംശയം തോന്നിയിരുന്നു. എനിക്കും ആ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം പോയി സ്റ്റെപ്പ് പരിശോധിച്ചത്. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. സെലീന പറഞ്ഞത് കേട്ട് ലൈല പറഞ്ഞു. ജാസ്മിൻ്റെ വലത്തെ കാലിൻ്റെ അടിയിലെ ഓയിൽ പോലെ എന്തുണ്ട്? അങ്ങനെയൊന്നും ആരും കോണിൽ നിന്ന് വീഴില്ല. ഓൾ ചവിട്ടിയ സ്ഥലത്തൊക്കെ എണ്ണമയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആബിദ വേഗം കോണിയിലെ ഓയിൽ തുടച്ചു കളഞ്ഞതാവും. ഓളെ എന്താ ആളെന്നറിയോ? രണ്ടുപേരും മൂക്കത്തി വിരൽ വെച്ചു. ചിലപ്പോൾ നമ്മുടെ സംശയമാണെങ്കിലോ? എണ്ണമഴൻ തായേന്ന് പറ്റിയതാണെങ്കിലോ? അല്ലാതെ ഉമ്മയും ആബിദയും ഓളെ തള്ളിയിടാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓളെ ഭയങ്കര ഇഷ്ടമല്ലേ? അറിയില്ല, എങ്ങനെയാലും എന്താണെന്നറിയില്ല സംഭവിച്ചത്. എന്തായാലും എല്ലാം പഠിച്ചോനെ അറിയാം. നമ്മളെന്തായാലും കണ്ടിട്ടില്ലല്ലോ. ഇനി ജാസ്മിൻ വീണതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിന് തെളിവൊന്നും നമ്മളെ കയ്യിലില്ല. ഇനിയൊക്കെ പഠിച്ചവൻ്റെ തീരുമാനം പോലെ ആവട്ടെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പഠിച്ചവനവർക്ക് കൊടുക്കും അതിനുള്ള ശിക്ഷ. അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആബിദ പുറത്തേക്ക് വന്നു. അവൾക്ക് നടക്കുമ്പോൾ ഇടയ്ക്ക് ദേഹം കൊളുത്തി പിടിക്കുന്നത് പോലെ വേദനിക്കുണ്ടായിരുന്നു. താത്ത, എല്ലിന് പൊട്ടലൊന്നുമില്ല, വീണതിൻ്റെ പ്രശ്നമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും കഴിച്ചിലായി. എൻ്റെ മേലേക്ക് വന്നതുകൊണ്ട് ജാസ്മിൻ രക്ഷപ്പെട്ടു. ഞാൻ അതിലൂടെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഒച്ച കേട്ട് നോക്കിയത്. ചക്ക വീഴുന്നത് പോലെയല്ലേ എൻ്റെ മേലേക്ക് വീണത്. ഞാൻ തെറിച്ചു പോയി. നിനക്കെന്തെങ്കിലും പറ്റിയോ? ഞാൻ വീണു. ഇപ്പോൾ ഊരയ്ക്ക് നല്ല വേദനയുണ്ട്. ഞാനും ഒന്ന് ഡോക്ടറെ കാണിച്ചു. 2-3 ദിവസത്തിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ജാസ്മിനെ അഡ്മിറ്റ് ആക്കൂലല്ലോ? ഇല്ല, പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കയ്യിലെ നീരടിച്ചതുകൊണ്ടായിരിക്കും. എല്ലുകൾക്ക് പൊട്ടലൊന്നുമില്ല. നടക്കുമ്പോൾ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു.
വേണമെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ തന്നെയാണ് വേണ്ടാന്ന് പറഞ്ഞത്. അവൾക്ക് അത്രയൊന്നും വേദന ഉണ്ടാവില്ല. വലിയ താല്പര്യമില്ലാത്തതുപോലെ ആബിദ പറഞ്ഞു. ഇതാ ബില്ല്. ഞങ്ങൾ പൈസ ഒന്നും എടുത്തിട്ടില്ല. ആബിദ അയ്യനെ കൊടുക്ക്. അത് കേട്ട് ആബിദ നെട്ടി. എത്രയോ പൈസ? 12,000 രൂപയായി ഒരു പോക്കിന്. അതാണ് ഇത്ര വലിയ ഹോസ്പിറ്റലിൽ വന്നുള്ള പ്രശ്നം. അതൊന്നും സാരില്ല ആബിദ, ഞാൻ തരാം നിൻ്റെ പൈസ വീട്ടിലെത്തിയിട്ട്. ജാസ്മിൻ പറഞ്ഞത് കേട്ട് ആബിദയ്ക്ക് വലിയ സമാധാനമായി. ആബിദ വേഗം ബില്ലൊക്കെ അടിച്ചു. അവർ വീട്ടിലേക്ക് തിരിച്ചു. ജാസ്മിൻ്റെ ഫോൺ ഡിസ്പ്ലേ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. ഇങ്ങനെ ഒരു പണി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ എല്ലാ കാര്യങ്ങളും മൊബൈലിലാണല്ലോ എന്നാണ് ജാസ്മിൻ അപ്പോൾ ചിന്തിച്ചത്. ആബിദക്കും ആ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല. തൻ്റെ പൈസ ഇനി എങ്ങനെയാണ് ജാസ്മിൻ ഗൂഗിൾ പേ ചെയ്തു തരും എന്നത് മാത്രമായിരുന്നു അവളുടെ സങ്കടം. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.